വരാൻ പറ്റുമോ? ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ കൂടെ ഒന്ന് ഒറ്റയ്ക്കല്ല, കൂട്ടുകാരന്മാരെല്ലാം ഉണ്ട്. നമ്മുടെ നാട്ടിൽ എത്തിയ സ്ഥിതിക്ക് എല്ലാവരുമായിട്ടൊരു ട്രിപ്പ് പോകാനുള്ള പരിപാടിയാണ്. ഒരു വട്ടം ഇവിടെ നിന്ന് കൈയൊക്കെ പോയി കാണിക്കുന്നുണ്ട്. ഇവരാരൊക്കെയാണെന്ന് നമുക്ക് പോകുന്ന വഴിക്ക് പരിചയപ്പെടാം, പക്ഷേ ഇപ്പോൾ പരിചയപ്പെടാൻ സമയമില്ല. സോ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. നമ്മൾ പോകുന്നത് കൊടൈക്കനാലാണ്. അപ്പം കൊടൈക്കനാലിലേക്കുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടുപോകാം. അപ്പോൾ എങ്ങനെയാ പൊളിക്കല്ലേ? അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതാ. ഓടി സന്ധ്യയുടെ സന്ധ്യയുടെ മുഖത്തൊന്ന് ഫോക്കസ് ചെയ്ത് വരും. ഞാൻ നിങ്ങൾ ഇത് ചെയ്തോളാം. അടഞ്ഞോ, നീ എന്തോ അടഞ്ഞത് മതി. ഒന്നുകൂടെ പതുക്കെ 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 തന്നെ. കൊതുവൊക്കെ ഇറങ്ങി പോകുന്നു. നമ്മള് പോന്നെങ്കിൽ മുഖ്യമന്ത്രിയെ കണക്ക് പോകണം, അല്ലെങ്കിൽ പോവരുത്. അങ്ങനെ നമ്മൾ കൊടൈക്കനാലിനടുത്തുള്ളൊരു ടോളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ കയറി വരുമ്പോൾ ഉള്ളൊരു ചെറിയ വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത്. രാവിലെ നേരം പളപളാ വെളുത്ത് വരികയാണ്. തൊണ്ടയൊക്കെ പോയി, അത്യാവശ്യം തണുപ്പുണ്ട്. നമ്മൾ കയറി വരുന്ന വഴിയാണിത്. അപ്പം ഒരുപാട് പേര് പാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ നിന്ന് ഈ ഒരു വ്യൂ കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. വണ്ടി 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 അങ്ങനെ നമ്മൾ കൊടൈക്കനാൽ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കൊടൈക്കനാൽ വട്ടക്കനാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നൊരു ഒന്നൊന്നര വ്യൂ ആണ്. എൻ്റെ മോനെ രക്ഷയില്ല. സ്പീഡ് കുറഞ്ഞു പെട്ടെന്ന് തന്നെ പെട്ടെന്ന് സ്പീഡ് കുറഞ്ഞത്. കാല് വെക്കാൻ വയ്യ. എനിക്ക് പറ്റത്തില്ല. ചാച്ചു അതേക്കാളൊരു ബാഗ് എനിക്ക് ബാക്കിൽ ഇട്ട് തരുമോ? നിനക്ക് നിന്റെ ബാക്കിൽ ഞാൻ ഇരിക്കാം. അയ്യാ എനിക്കറിയാം എന്തോ സംഭവം. ഇത്ര ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? കാണുക ഗായ്സ്, പട്ടി അണയ്ക്കുന്ന കണക്കാണ് അണയ്ക്കുന്നത്. കേറ് കേറ് കേറ്. ഞങ്ങൾക്ക് വീട്ടിലിരിക്കാൻ വയ്യ, ട്രിപ്പ് പോകണം. നീ പറയോ? പറയൂ, ഇനിയും പറയും.
ഇതേപോലെ ഒരു പ്രതികാരം. ഓ, വോ, വോ, വോ. ബൈക്ക് വരുന്ന സൗണ്ട് കേൾക്കുന്നു. ഇത് നിങ്ങൾ കാണുക, കണ്ടറിയുക. അറിയുക. സൂപ്പർ അല്ലേ ബാബു? ഞാൻ ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നാലെ വരട്ടെ, മുന്നാലെ വരട്ടെ. നിങ്ങൾ അവിടെ ചെന്നിട്ടൊന്ന് മേലോട്ട് നോക്കൂ. നോക്കൂ, മുകളിലോട്ട് നോക്കൂ. ഒരു തീരുമാനമാണ്. സതീശേട്ടൻ പിന്നെ മരുന്ന് പോലെ ഇരിക്കുന്നുണ്ട്. കേറിയേക്ക് മക്കളെ. സാധിച്ചേട്ടൻ ഇവിടെ കയറിയാൽ ഫസ്റ്റ് ബിൽഡിംഗ് എന്നാ പറഞ്ഞത്. ഫസ്റ്റ് ബിൽഡിംഗ്. അപ്പൊ ഇതാന്ന് തോന്നുന്നു. പുതിയ രണ്ടെണ്ണം പറഞ്ഞല്ലേ, ഒന്ന് വിളിച്ചു നോക്ക്. വീട്ടിൽ ഇനി ഞാൻ കയറത്തില്ല. എനിക്ക് ശാന്തി പൊന്നി. അയ്യോ, ഇവിടെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത്രയും കയറിയാൽ മതി. ആ ചേട്ടന്റെ വീട്ടിൽ കയറണമെങ്കിൽ ഇങ്ങനെ കുത്തിനെ കയറണം. അതെ, നോ സർവീസ് വലിച്ച്. ഇവിടെ റേഞ്ച് ഇല്ല. അപ്പം നമ്മൾ റൂമിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മളിവിടെ രാവിലെ നേരം വെളുക്കങ്ങ് എത്തി. ഇരുട്ടായിട്ട് രാത്രി ഒന്നും അധികം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളിവിടെ വന്ന് നിന്നിട്ട് നമുക്കിവിടെ റൂം ഏകദേശം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സായിച്ചു ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കമ്പനിക്കാരനുണ്ട്. ആ ചേട്ടനാണ് നമുക്ക് വീട് സെറ്റ് ചെയ്യുന്നത്. കോട കയറി തുടങ്ങുന്ന സമയത്ത് നമ്മൾ ബാഗ് കയറ്റുന്നു. അതായത് ഇവിടുന്ന് മുകളിലോട്ട് ചുവന്ന് കൊണ്ടുപോകാൻ വയ്യാത്തത് കൊണ്ട് മാത്രം. അപ്പം നമുക്ക് എന്തായാലും ഈ ഞാൻ നിൽക്കുന്നതിൻ്റെ ബാക്കിലുള്ള വ്യൂ ഒന്ന് കണ്ടാലോ? നമ്മളിപ്പോൾ ഉള്ളത് കൊടൈക്കനാൽ ഡൗൺ ടൗണിലാണ്. ഡൗൺ ടൗണിൽ ഉദ്ദേശിക്കുന്നത് സിറ്റി കണക്കുള്ള സ്ഥലത്താണ്. നമ്മൾ വട്ടക്കനാൽ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് സ്റ്റേ എടുത്തേക്കുന്നത്. അപ്പം ഇവിടെ തിരുവിഴ നടക്കുന്ന, അതായത് ഉത്സവം നടക്കുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഇവിടെ പോലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാം കൂടെ കൊടൈക്കനാൽ കറങ്ങാൻ വേണ്ടി ഇറങ്ങുകയാണ്. കണ്ണാടി എന്തിനാ ഊരി നീ? നടക്കാൻ വയ്യല്ലേ? അപ്പം നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഗ്രീൻ വാലി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതിൻ്റെ മുമ്പത്തെ പേര് സൂയിസൈഡ് പോയിന്റ് എന്നാണ്. അപ്പം നമുക്ക് ആ സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. കൊടൈക്കനാലിൽ 5 വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു ഉത്സവമാണ്. ഇവിടെ ഇതിൻ്റെ തിരക്കാണ്. നമുക്കപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. കൊടൈക്കനാൽ പ്രദക്ഷിണം.
ഓക്കെ, അപ്പം നമ്മൾ വട്ടക്കനാലിൽ താഴെ ഡോൾഫിൻ ഹൗസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു ഹൈക്കിങ്ങിന് പോവാണ്. എല്ലാവരും കുട്ടിയൊക്കെ ആയിട്ട് ഇതുണ്ട്, ബാക്കിലേക്ക് കെട്ടിത്തൂക്കിയിട്ടുണ്ട്. എല്ലാവരും കെട്ടിത്തൂക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് താഴത്തേക്കുള്ള കാഴ്ചകൾ കണ്ടിട്ട് വരാം. ഓക്കെ, പോവല്ലേ? ഇത് തരില്ലപ്പാ. തക്ക് എനിക്ക് തോന്നുന്നു ഏതോ പാറക്കല്ലെടുത്ത് പ്രമോട് തലക്കടിച്ചു തോന്നുന്നു പാപ്പ. ഗേൾഫ്രണ്ട് ബാഡി I don't have one എന്ന്, I have a 3 or 4 എന്ന്. ഒന്നാമത് എനിക്ക് വയ്ക്കുക. ഉരുണ്ട് വരുന്നവരെ വീഡിയോ കിട്ടണേ. ഞാൻ എന്റെ കാലം എന്നെ കൊണ്ടുവന്നു. പിന്നെ ഞങ്ങളെയൊക്കെ തലയല്ലേ കൊണ്ടുപോകണം. സ്പീഡ് ഭയങ്കര കാലിന്. ഹൈക്കിങ്ങിനിടയിൽ കുട്ടികൾ ഉറങ്ങിയാൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, തോന്നിക്കൊണ്ട് പോവാ. ഇപ്പൊ അവിടെ കഴിച്ചിട്ടിരുന്നില്ലല്ലോ, അതുകൊണ്ട് ഇറങ്ങി പഴയ ഓർമ്മ ക്യാമറ കിടക്കുന്നുണ്ട്. ഇതൊക്കെ എടുത്തൂടെ? ഇതെല്ലാം കിട്ടോടാ 4 സൈഡും. അപ്പൻ ഇല്ല, പാറ നോക്കടാ. ഒരു ഓഫ് റോഡ് ബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ സാധനമൊക്കെ എങ്ങനെ കയറി വന്നു കൂടാ? വേറെ വണ്ടിക്കകത്ത് ശരി കൊണ്ടുവന്നു. प्यारी आई भाई, उनको डर नहीं
മലർകളി ഇത് എന്നെ കനവാ. അല്ലെ ഞാനിപ്പോ ഒരു കുഴപ്പമില്ല. ദീപം പേടിപ്പിച്ചിട്ടുണ്ടോടാ അല്ലെങ്കിൽ അങ്ങനെ പറ. സത്യമായിട്ടൂടാ ഞാൻ അതുവരെ ഒരു സീനിലായിരുന്നോടാ എത്ര പേര് കൂടെ അങ്ങനെ മേടിച്ചാൽ പോകുന്നതിന്റെ അല്ല പക്ഷെ ഒരു നെഞ്ചിടിപ്പില്ലേ ആ ഇട് മാറിയിട്ടില്ല ഇതുവരെ ടപ്പ ടപ്പാൻ അടിക്കുന്നു സതീശിന്റെ കാല് കിടന്ന് കിടക്കിട്ടാണ് ഇറങ്ങിയത്. ഇല്ലടോ മച്ചാനെ എന്റെ ഈ വീഡിയോ നീ ഇപ്പൊ വീഡിയോ എടുക്കില്ലേ ഇതിന്റെ ഒരു ചെറിയ ഷോട്ട് എനിക്ക് അയച്ചേ പയ്യെ മതി പോയിട്ട് സമാധാനത്തിൽ അയച്ചാ ഇല്ലില്ല നിന്റെ പണി കഴിഞ്ഞിട്ട് മതി ധാരാളം ബാക്കി ക്യാമറമാനെ കാണിക്കരുത് കല്യാണം കഴിഞ്ഞ് കൊച്ചായാലും വീഡിയോ കിട്ടത്തില്ല ചെല്ലാരും Anna, how can you manage Anna? You're not even. Yeah, it's your mind, boy. Peace. വഴി കൂടെ പോണ പരിപാടി ഇല്ല. പിന്നെന്താ? ഹായ് ജിത്തു ബ്രോ. എവിടെ സ്ഥലം? രണ്ടുപേരും താഴെ മരം കുറിച്ച് എല്ലാവരും സൂപ്പർ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മള് ഇപ്പം ഇറങ്ങി വന്നതെല്ലാം കയറി പോകാൻ പോകുന്ന വണ്ടി ഇതാണ്. എല്ലാരും കയറി ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ വണ്ടിയിലാണ് കയറി പോകാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇതിലെ ട്രക്കിംഗ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ കൂടെ ഉള്ളത് 40 വർഷമായിട്ട് ഈ ഒരു ഏരിയയിൽ വണ്ടി ഓടിക്കുന്ന അണ്ണനാണ്. സൂപ്പർ മച്ചാ പണി പൊളിച്ചു.
ഇറങ്ങിക്കോ. എടാ കൊച്ചിനെ വേണ്ടി സതീശ ഫോൺ ചെയ്യണേ അവിടെ. കൊച്ചിനെ എൻ്റെ എനിക്ക് ഏതെങ്കിലും ഇറങ്ങി വാ. അപ്പം ഇനി നമ്മൾ വട്ടക്കനാലിൽ നിന്ന് മാറി നമ്മൾ ലേക്കിലേക്ക് പോവുകയാണ്. വട്ടക്കനാലിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു, നമ്മൾ ഈ ഒരു ഹൈക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കയറി. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ലേക്കിലാണ്. കൊടൈക്കനാൽ ലേക്കിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് പർച്ചേസും കാര്യങ്ങളും, അവിടെ സൈക്കിൾ ഓട്ടാനും കുതിരപ്പുറത്ത് പോകാനും ഒക്കെ കുറേ ഉള്ള ഒരു സെറ്റപ്പൊക്കെ ഉള്ളതാണ്. നമ്മളതൊന്നും ചെയ്യുന്നില്ല, എന്നാലും നമുക്കതൊക്കെ കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ കുതിരപ്പുറത്ത് പോകാനുള്ള സെറ്റപ്പാണ്. ഇവിടെ കുതിരക്കകത്ത് കയറുന്നത് ഇങ്ങനെയൊക്കെയാണ്. കുതിരപ്പുറത്ത് പോവാണ് ഗായ്സ്. ഞാൻ ഒറ്റയ്ക്കാണ് ഗായ്സ്. പോകത്തില്ല ഞാൻ ആരെയും. ചേട്ടാ പതുക്കെ പോകാൻ പറഞ്ഞു. ഗായ്സ് ഇത് എന്നോട് ഡ്രീം മച്ചാ. താങ്ക് യു ഫോർ എവറിഥിങ്. அண்ணா இந்த குதிரையோட பேர் என்ன? அலெக்ஸ். இந்த குதிரையோட பேர் அலெக்ஸ். எவ்வளோ வயசு இருக்கு? 4 வயசு. மயிலா? We are returned. Alex, move fast. ഹോൾഡ് പണിക്കിട്ടാ. leg the balance. Guys, നല്ല മഞ്ഞുണ്ട് guys. ഒരു ഫോട്ടോ എടുത്തു. നമ്മളെ പർച്ചേസും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം ഇതാണ്. ഒരു തെണ്ടി ക്യാമറയിൽ കിട്ടണം എന്ന് പറഞ്ഞ് മാത്രം വേണ്ടി കറങ്ങുന്നവന്മാരുണ്ട്. ഈ ഒരു ഏരിയയാണ് നമ്മൾ പർച്ചേസും കാര്യങ്ങൾക്കൊക്കെ എടുക്കാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്.